much beauty to discover. I can hardly take it in. I will ever stand in wonder of a grace that never ends. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. We have barely scratched the surface of your death-defying love. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർവ്വളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർവ്വളിക്കും പ്രകാശമേ. അന്ധകാരമിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിനാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവിന്റെ മലാഖ പരിശുദ്ധ വിശുദ്ധാത്മാവാൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാൻ. സർവേശ്വര മലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കും ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം കനുവനായ ദൈവമേ, വിവാഹകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകളെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ കരുണ ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്കം തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദനം നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരെയും
ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളായി കരുതണമേ. ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇവരെ ആശീർവദിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ ഈ സായം സന്ധ്യ നീ ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈ കുടുംബത്തിൽ വന്നു ചേരുവാനും ഈ കുടുംബത്തിലെ അപർണ എന്ന മകളെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഭൗതികമായ ഒരുക്കങ്ങൾ നടത്തുന്നതിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. നാളെ മനസ്സമ്മതത്തിനായിട്ട് അണയുമ്പോൾ അനേകത്തിൻ്റെ വഴികൾ ഒരുക്കണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ഈ മകളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്കും ജീവിത കടമകളിലേക്കും ദൈവീകതകളിലേക്കും മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണ്. മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി വളർന്ന് ഈ മകളെ പുതിയ ജീവിതത്തിലേക്ക് വഴി നടത്തുമ്പോൾ മാതാപിതാക്കളെ ഓർക്കുന്നു. മാതാപിതാക്കളായ ജോയിയെയും ബൈസിയെയും സ്നേഹപരിപാലനയിൽ വളർത്തിയ ഇവിടെയും സ്നേഹപരിപാലനയിൽ വളർന്നു വന്ന് ഇവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ അധ്വാനശീലങ്ങളെയും ത്യാഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗത്തിലിരുന്ന ഈ മകളെ വിവാഹ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഡെയ്സിയെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. 23-ാം സങ്കീർത്തനം നമുക്ക് ഇപ്പോൾ വായിച്ച് കേൾക്കാം. എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വളരുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ പാതയിൽ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വീരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുന്ന് നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നും വസിക്കും. ഉത്തമഗീതത്തിനുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്നതുപോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങൾക്കിടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹ പതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകയാൽ മുന്തിരിയുടെ തന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ മകള് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രത്യാശയും കൂടെ വിവാഹത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അപർണയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ വിരുന്ന് വെച്ച് പങ്കെടുത്ത് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിച്ച് ജീവിക്കുവാനായിട്ട് പുതുതായി തുടങ്ങുന്ന ഈ കുടുംബത്തിലെ പ്രത്യേക വധൂവരന്മാരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമുക്ക് ജവമാരുടെ ഒരു രഹസ്യം ചൊല്ലി കാഴ്ചവെക്കാം. ഇന്നത്തെ ഒരു രഹസ്യം ചെയ്യുന്നു. അളവില്ലാത്ത സകലനന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, ഏത് മനുഷ്യനും നീലാത്ത പാപികളുമായിരിക്കുന്ന അടിയങ്ങൾ ആനന്ദമഹിമ പിതാത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയും ജപം ചെയ്യുവാൻ യോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായതിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധത്തെയും മാതാവിന്റെ സ്തുതിക്കായി 83 മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് ഫലവിചാരം കൂടാതെ നിറവേറ്റുവാൻ കർത്താവേ സഹായം ചെയ്യണമേ. വിശ്വാസ പ്രമാണം.
നാളെ വിവാഹ വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന അപർണയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവസവും നാളത്തെ ദിവസവും എല്ലാം മാലാഖമാരുടെ കാവല് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലിരുന്ന് കാണുന്ന ഡേസി അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങാം, പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങാം, കുടുംബാംഗങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്ന നല്ല നിമിഷങ്ങളായിട്ട് ഇവയെ മാറ്റാം. നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. എത്രയും ദൈവ മാതാവേ, നമുക്ക് പരസ്പരം സ്തുതിയെല്ലാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. You and I running wild, love like I ain't never had it, never had it. Breathe you in, never quit. I don't wanna live without it, live without it. I got you on my mind and I can't get you out. My head is spinning, I don't wanna slow it down. I love you like it's all I ever knew. 'Cause whenever I'm with you, it's all good, it's all good. Everything is all good, all good. Everything is all good. It's all good. Everything is all good, all good. Everything is all. You and me like a dream, we made something out of nothing, out of nothing. Free fall in your arms just because I know you got me, I know you got me. I got you on my mind and I can get you out. സ്നേഹമുള്ളവരെ, പൊട്ടമ്പറമ്പിൽ ജോയി ഡേസി മകൾ അപർണയുടെ മനസ്സമ്മതത്തിൻ്റെ തലേന്നാളുള്ള മധുര വെപ്പിൻ്റെ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കാരണവന്മാരായ ചാച്ചിയെയും ജോയിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഡെയ്സിയുടെ കസിൻ ബ്രദറും മുൻ വികാരിയുമായ, ഇപ്പോൾ നാരായണ പള്ളിയിലെ വികാരിയുമായ റെവറൻഡ് ഫാദർ സുബാൻ മേലേട്ടിനെ മധുരം വെപ്പിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.